Hello guys, welcome back to a new video. Long time no see. കുറേ നാളായി കണ്ടിട്ട്. സോ ഈ ഫുട്ബോൾ 27 is around the corner. നാളെയാണ് മെയിൻ്റനൻസ് ഓൾറെഡി സ്റ്റാർട്ടായി. നാളെ 1 മണിയോ 2 മണിയോ ഐ വുഡ് സേ കുറച്ചും കൂടെ നേരത്തെ തന്നെ ഗെയിം ഓപ്പൺ ആവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഫുട്ബോൾ കണക്റ്റ് ഇപ്പോൾ 4 മണിക്കാണ് തന്നെ കഴിഞ്ഞത്. സോ നമുക്ക് നോക്കാം. സോ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഫീച്ചേഴ്സ്, ഗെയിം പ്ലേ ആൻഡ് ക്യാമ്പെയിൻ. അപ്പോൾ ആദ്യം ഫീച്ചേഴ്സിലോട്ട് പോകാം. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ഇസ് കസ്റ്റം ടൂർണമെൻറ്റ്. ഇത് അവർ കുറച്ചും കൂടി സ്പോർട്സിനെ ഫോക്കസ് ചെയ്താണ് കൊണ്ടുവന്നത്. വളരെ നല്ല കാര്യം. നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 or 7 പേര് വെച്ചിട്ട് നമുക്ക് ടൂർണമെൻറ്റ്സ് ഹോസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സെയിം സെറ്റിങ്സ് ഒക്കെയാണ് നമ്മുടെ ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്ന പോലെ സെറ്റിങ്സാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോരോ ഇത് ചെയ്യാൻ പറ്റും. എന്താ പറയുക, ക്രൈറ്റീരിയ ലൈക്ക് നാഷണാലിറ്റിയോ ക്ലബ് വൈസോ റീജിയൻ വൈസോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ചുള്ള സ്ക്വാഡ്സ് സെറ്റ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റും. ലൈക്ക് നമ്മൾ PvP 50 പോയിൻ്റ് മാച്ച് കളിക്കുന്ന പോലെ ഒരു എന്താ പറയുക, ക്ലബ് വൈസോ നാഷണൽ വൈസോ ചെയ്യാൻ പറ്റും. ഇൻവൈറ്റ് ചെയ്ത് നമുക്കൊരു നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ടൂർണമെൻറ്റിലോട്ട്. പിന്നെ ഉള്ളത് ഒരു സ്പെക്ടേറ്റിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ ഓണേഴ്സിന് ആക്ച്വലി ഗെയിം പല ക്യാമറ ആംഗിളിൽ നിന്ന് പല പ്ലെയേഴ്സിൻ്റെയും ഇപ്പോൾ പല മാച്ചസ്, ഇപ്പോൾ മൾട്ടിപ്പിൾ മാച്ച് ടൂർണമെൻറ്റ് ആകുമ്പോൾ മൾട്ടിപ്പിൾ മാച്ചസ് ഉണ്ട്, നമുക്ക് സ്പെക്ടേറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് ഗ്രേറ്റ് എസ്പെഷ്യലി ഫോർ സ്പോർട്സ് ആൻഡ് ലൈവ് സ്ട്രീമിംഗ്. പിന്നെ ഉള്ളത് ഫ്ലൂയിഡ് ഫോർമേഷനാണ്. ദിസ് ഇസ് വാട്ട് ഐ എം റിയലി ഇൻട്രസ്റ്റഡ്. എൻ്റെ ഒപ്പീനിയനിൽ എന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഫോർമേഷനാണ്. ഇതിൽ ആക്ച്വലി ഒരു നല്ലതും മോശവുമാണ്. നമുക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു ഫോർമേഷൻ, ഡിഫെൻഡ് ചെയ്യുമ്പോൾ വേറെ ഫോർമേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി മുതലുള്ള ഡിവിഷൻസൊക്കെ തൊടാൻ പോലും പറ്റത്തില്ല. പ്ലെയേഴ്സ് 4 അറ്റാക്കേഴ്സ് വെച്ച് 5 ഡിഫൻഡേഴ്സും ഒക്കെ വെച്ച് ആയിരിക്കും കളിക്കുന്നത്. അറ്റാക്ക് ചെയ്യുമ്പോൾ 4 പേര്, ഡിഫെൻഡ് ചെയ്യുമ്പോൾ 10 പേര്. ലെറ്റ്സ് സീ എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ഓട്ടോ പിക്കപ്പ് ഫീച്ചറാണ്. ഇപ്പോൾ നമുക്ക് ഓട്ടോ പിക്കപ്പ് ഫീച്ചറിൽ വേരിയസ് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്കനുസരിച്ച് ഇപ്പോൾ ക്ലബ് വൈസ് ആണെങ്കിൽ ക്ലബ് വൈസ്, ലിങ്കപ്പ് ആണെങ്കിൽ ലിങ്കപ്പ് വൈസ്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഡിഫറെൻറ്റ് പ്ലേ സ്റ്റൈൽസാണ്. ഇനി മുതൽ വരുന്ന ഈ ഫുട്ബോൾ 27 റിലീസാവുന്ന എല്ലാ പ്ലേയേഴ്സിനും അവരുടെ മെയിൻ പ്ലേ സ്റ്റൈൽ അല്ലാതെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത്, ബോൾ ലൂസ് ആവുന്ന സമയത്ത് ഒരു പ്രത്യേക പ്ലേ സ്റ്റൈൽ കാണും. ഫോർ എക്സാമ്പിൾ ഡിഫെൻഡിങ്ങിൻ്റെ കേസിൽ ഇപ്പോൾ ഗോൾ പോച്ചേഴ്സിന് നമുക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ഗോൾ പോച്ചറും ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ലൈൻ പ്രഷർ കൊടുക്കുന്ന രീതി, അത് പൊസഷൻ പ്ലെയേഴ്സിന് വളരെ യൂസ്ഫുള്ളാണ്. പൊസഷൻ മാത്രമല്ല, എല്ലാ പ്ലേ സ്റ്റൈൽസിനും വളരെ യൂസ്ഫുള്ളാണ്. എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഗോൾ പോച്ചേഴ്സ് ഗെയിമിൽ ഒരു രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് ഡിഫെൻഡിങ്ങിന് കാണിക്കുന്നില്ല. ബട്ട് ആഫ്റ്റർ ദിസ് അപ്ഡേറ്റ് ഒരു പുതിയ പ്ലേ സ്റ്റൈൽ, ഈ ഡിഫെൻഡിങ് പ്ലേ സ്റ്റൈൽ വരുന്ന പ്ലേയേഴ്സിന് യൂസ് ചെയ്താൽ ഇറ്റ് വുഡ് ബി റിയലി യൂസ്ഫുൾ. ഇനി മാനേജേഴ്സിന് ഡബിൾ ലിങ്കപ്പ് വരുന്നുണ്ട്. ഐ വുഡ് സേ ഇപ്പോൾ ലിങ്കപ്പ് അങ്ങനെ യൂസ് ചെയ്യുന്ന ലിങ്കപ്പ് ഇത്ര എഫക്റ്റീവ് അല്ല. എന്നാൽ പോലും ലെറ്റ്സ് സീ, ഈ ഒരു പുതിയ ഡബിൾ ലിങ്കപ്പ് വന്ന ശേഷം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ ആദ്യത്തെ 2-3 വീക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് കോമൺ സെൻറ്റർ പീസാണ് വരുന്നത് ലിങ്കപ്പിന്. സോ ലിങ്കപ്പിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഈ അപ്ഡേറ്റിന് ശേഷം മാറുമെന്ന് കണ്ടറിയാം. പിന്നെ ഓവർലോഡ് പ്ലേ സ്റ്റൈലാണ്. എന്നെ സംബന്ധിച്ച് ഫ്ലൂയിഡ് ഫോർമേഷനും ഓവർലോഡ് പ്ലേ സ്റ്റൈലാണ് എനിക്ക് ഈ 2 കാര്യങ്ങളാണ് ഇത്തിരി ഈ ഒരു അപ്ഡേറ്റിൽ കിടലുമായിട്ട് തോന്നിയത്. ഓവർലോഡ് പ്ലേ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ബോൾ ഏത് സൈഡാണ് ആ സൈഡിലോട്ട് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ബോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിഫെൻസീവ് ഷേപ്പിനോടൊപ്പം നമ്മുടെ പ്ലെയേഴ്സ് അഗ്രസീവായിട്ട് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ ബോൾ വിൻ ചെയ്ത ശേഷം ഒരു ക്വിക്ക് കൗണ്ടർ പോലെയാണ്, സത്യം പറഞ്ഞാൽ ഒരു ക്വിക്ക് കൗണ്ടർ പൊസിഷൻ ടാക്ടിക് പോലെയാണ്. ഞാനൊരു മേജർ പൊസിഷൻ പ്ലെയറാണ്. സോ എനിക്ക് ഈ ഒരു പ്ലേ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ ഉള്ളത് പൊസിഷൻ ടോക്കനാണ്. ഭാഗ്യവശാൽ പൊസിഷൻ ടോക്കൻ അവർ കുറച്ചും കൂടെ എഫക്റ്റീവാക്കി. ഇനി മുതൽ ഓൾറെഡി ഉള്ള പൊസിഷൻസ് നമുക്ക് ഒന്നും കൂടെ അക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു CFൽ നമുക്ക് SS കൊടുക്കണമെങ്കിൽ നമ്മൾ പൊസിഷൻ ടോക്കൺ കൊടുക്കുമ്പോൾ പിന്നെ CF തരത്തില്ല, SS തരത്തുള്ളൂ, വേറെ ഓപ്ഷൻസേ തരത്തുള്ളൂ, വിച്ച് ഈസ് റിയലി ഗുഡ്. ഒരു പൊസിഷൻ കൊടുക്കാൻ 10-20 ഇതാണ് കൊടുക്കുന്നത് ടോക്കൺ. പിന്നെ ഉള്ള ഡെയിലി ഗെയിംസിലോട്ട് അപ്ഡേറ്റ് ആണ്. ഡെയിലി ഗെയിംസിൽ പുതിയ റിവാർഡ്സ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇനി മുതൽ പെനാൽറ്റീസ് അല്ല, വേറെ ഏതോ പ്ലാറ്റിനം ഗെയിംസ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ടൊക്കെ ചേർന്ന് അവർ ഈ ഡെയിലി ഗെയിംസ് മാറ്റിയിട്ടുണ്ട്. പല രീതിയിലുള്ള ഗെയിംസ് വരുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഒരു ഗെയിംസിനെ കുറിച്ച് അവരിപ്പോൾ കാണിച്ചു, കണ്ടറിയാം. ഇതൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് വേണമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ടൈമിങ് ഗെയിമൊക്കെയാണ്, കറക്റ്റ് സമയത്ത് ടൈം ചെയ്യുക. അതുപോലെ തന്നെ റിയാക്ഷൻ ബേസ് ഒക്കെ ചെയ്തിട്ടാണ്, വിച്ച് ഇസ് ഫൺ ആക്ച്വലി. ചുമ്മാ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഒരു ദിവസം കയറി ഇതൊന്ന് കളിച്ചിട്ട് റിവാർഡ് വാങ്ങിക്കൊണ്ട് പോവാം.
പിന്നെയുള്ള കാര്യമാണ് ഇനി നമുക്ക് ഗെയിം പ്ലേയിലോട്ട് വരാം. ഗെയിം പ്ലേയിലോട്ട് വലിയ ചേഞ്ചസ് ഇല്ല, എന്നാലും അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് അവർ പുതിയ ഷൂട്ടിംഗ് ആനിമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് ആനിമേഷനും വേറെ പല സെക്ടറിലെ ആനിമേഷൻസ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, നമുക്കിപ്പോൾ അക്രോബാറ്റിക് ഫിനിഷസ് എസ്പെഷ്യലി വോളി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. മാനുവലി അക്രോബാറ്റിക് ഫിനിഷിങ് അല്ലെങ്കിൽ നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോഫ്റ്റ് ത്രൂ ബോൾസോ അല്ലെങ്കിൽ പിൻ പോയിന്റ് ക്രോസേഴ്സ് വരുമ്പോൾ നമുക്ക് സ്റ്റണ്ണിങ് എന്താ പറയുക അക്രോബാറ്റിക് രീതിയിൽ വോളീസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു കിടിലം ഗോൾ അടിക്കാൻ പറ്റും. എസ്പെഷ്യലി ക്രിസ്ത്യാനോയൊക്കെ കൊണ്ട് നമുക്ക് കിടിലം ഗോൾ, ഹാലൻഡിനെ കുറിച്ച് എടുത്ത് കിടിലം ഗോളുകൾ വോളിയോ സിസർ കട്ടൊക്കെ നമുക്ക് അടിച്ച് കയറ്റാക്കും. മുമ്പ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, ലോഫ്റ്റ് ത്രൂ ബോൾ കൊടുക്കുമ്പോൾ അത് എൻഡ് വരുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഹെഡ് ചെയ്തായിരിക്കും കയറ്റണം. അതൊരു വളരെ പവർ കുറഞ്ഞ രീതിയിലാണ്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അതൊരു ഇറ്റ് വാസ് എ ഗുഡ് ചേഞ്ച്. പിന്നുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഗെയിമിൽ കുറച്ചും കൂടെയൊക്കെ റിയലിസം കൊണ്ടുവരാൻ വേണ്ടി പുതിയ ഷൂട്ടിംഗ് ആനിമേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഇൻ മൈ ഒപ്പീനിയൻ എ ഗ്രേറ്റ് സ്റ്റഫ്. ഗെയിമിന് കുറച്ചും കൂടെ റിയലിസം കൊണ്ടുവരും. അതുപോലെ തന്നെ ചില ഗോളുകളൊന്നും അത്ര ക്ലങ്കി ആയിട്ട് തോന്നത്തില്ല. പിന്നുള്ളൊരു കാര്യം ഡിഫെൻഡിങ്ങിനെ കുറിച്ചാണ്. ഇത് ആക്ച്വലി എനിക്ക് കണ്ടിട്ട് നമ്മുടെ വാൻഡൈക്കിൻ്റെ ഒരു മൂവ് പോലെയാണ് തോന്നിയത്. ഈ ജോഗൽ മൂവ്മെൻ്റ് എന്ന് പറയും, ഡയഗണൽ രീതിയിൽ മൂവ് ചെയ്യുക. പിന്നെ ഉള്ളത് ഗോൾ പോച്ചസും അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ റൺസിന് ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം. ഒരു ഫേക്ക് പോലെയൊക്കെ. അത് ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആവും നമുക്ക് ഗെയിം വന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുതിയ കിക്കിംഗ് ആനിമേഷൻസ്, ഷൂട്ടിംഗ് ആനിമേഷൻസ് ഗെയിമിൽ കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക റിയലിസം കൊണ്ടുവരാൻ വേണ്ടി അത് സഹായിക്കും. അതുപോലെ തന്നെ ഐ വുഡ് സേ നമുക്കൊരു സ്ക്രിപ്റ്റ്നെസ് ഫീൽ തോന്നത്തില്ല. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഗോൾ കീപ്പർ ആനിമേഷൻസ്. ഇപ്പോൾ നമുക്ക് ഗെയിമിൽ പല സാഹചര്യങ്ങളും നമ്മുടെ ഗോൾ കീപ്പേഴ്സ് ഇങ്ങനെ നിൽക്കാറുണ്ട് ഒന്നും ചെയ്യാതെ, കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ആനിമേഷൻ അവർക്ക് ട്രിഗർ ആകത്തില്ല. ഇനി മുതൽ കൊണാമി കുറേ പുതിയ ഗോൾ കീപ്പിംഗ് ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോൾ കീപ്പേഴ്സ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടൊക്കെ പെർഫോം ചെയ്യും ഇനി മുതൽ. ഐ വുഡ് സേ ഗ്രേറ്റ് സ്റ്റഫ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ക്യാമ്പയിനിലോട്ട് വരാൻ. നമുക്ക് ക്യാമ്പയിനിലോട്ട് വരുമ്പോൾ എല്ലാവരും, എനിക്കൊന്ന് ക്യാമ്പയിൻ കണ്ടിട്ടാണ് തോന്നുന്നത് എല്ലാവരും ഡിസപ്പോയിൻറ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻസിൽ ഒരിക്കലും കൊണാമി കുറേ കാര്യങ്ങൾ ഫ്രീ പ്ലെയേഴ്സ് ഒന്നും കൊടുക്കാറൊന്നുമില്ല. ഇനി ഈ ഫുട്ബോൾ 27 ഒരു തീമിനെ കുറിച്ച് പറയുമ്പോൾ ചിലവരത് ചൈൽഡിഷ് ആയി പോയെന്നൊക്കെ തോന്നി. പക്ഷെ എനിക്ക് കൊള്ളാമെന്നാണ് തോന്നിയത്. ഈ ഫുട്ബോൾ 26 തീം വളരെ ശോകമായിരുന്നു. ഒരുമാതിരി ചൊരുത്തവള പോലത്തെ ഒരു തീമായിരുന്നു. ഇത്തവണത്തെ തീം കുറച്ച് കൊള്ളാം. പിന്നെ എന്താ പറയുക, ആസ് യൂഷ്വൽ മെസ്സിയാണ് ഫ്രണ്ട് പേജ്, മെസ്സി യമാലും. അപ്പോൾ സ്റ്റാർട്ടഡ് ക്യാമ്പയിനിൽ കൊണാമിയുടെ പാർട്ട്ണർ ക്ലബ്ബുകളുടെ ഒരു ഹൈലൈറ്റ് പാക്ക് വരുന്നുണ്ട്. ഐ വുഡ് സേ റിയലി ഗുഡ്. അതിൻ്റെ അകത്ത് പുതിയ വരുന്ന പ്ലെയേഴ്സിനെല്ലാം പുതിയ ഈ ഒരു ഡിഫെൻഡിങ് AI പ്ലേ സ്റ്റൈൽ വരുന്ന രീതിയിലുള്ള ഹൈലൈറ്റ് കാർഡ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റോടൊപ്പം തന്നെ സ്കിൽ ടോക്കൻ, റാൻഡം ബൂസ്റ്റർ, പിന്നെ അത്യാവശ്യം കോയിൻസും, പിന്നെ ഒരു ഫ്രീ മാനേജർ ഫ്രാങ്ക് റൈക്കാർഡ് വിത്ത് ഓവർലോഡ് പ്ലേ സ്റ്റൈൽ. കഴിഞ്ഞ തവണ റൂവൻ അമോറിംഗ് ആയിരുന്നു മറ്റേ ലിങ്കപ്പ് ഫീച്ചറോടെ വന്ന്. ഇപ്പം അത് ഒരു ഓവർലോഡ് പ്ലേ സ്റ്റൈൽ ഡബിൾ ബൂസ്റ്ററാണ്. പുള്ളിക്കാരൻ്റെ 3D മോഡൽ അപ്പിയർ ചെയ്യും. പിന്നെ ഡെയിലി ഗെയിംസിൽ ഒബമയാങ് ആണ്. ദിസ് ഒബമയാങ്ങിൻ്റെ സീസൺ വാസ് അമേസിങ് മാൻ. ബാഴ്സലോണയിൽ എനിക്കത് കൊറോണ ടൈമിലാണ് തോന്നുന്നു ഒബമയാങ് ബാഴ്സലോണയിൽ വന്നത്. ഗ്രേറ്റ് പ്ലെയർ അറ്റ് ദാറ്റ് ടൈം. ബാഴ്സലോണയിൽ അത്യാവശ്യം നല്ലപോലെ ബാഴ്സലോണയെ ക്യാരി ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് ഇല്ലാതെ എന്ത് കൊണാമി അല്ലേ? പൈസ അറിയാനുള്ള മെത്തേഡ് കൊണാമി എന്തായാലും കൊണ്ടുവരും. സോ 3 പ്ലെയർ പാക്കാണ്. ഹസാഡ്, പുതിയ പ്ലെയർ ആയിട്ട് ഡിയാഗോ കോസ്റ്റയും, പിന്നെ ഒരു ഗ്യാരി എന്ന് പറയുന്ന ഒരു പ്ലെയറാണ്. ഇതിൻ്റെ അകത്ത് ഡിയാഗോ കോസ്റ്റയ്ക്ക് ഒരു പുതിയ ബൂസ്റ്ററാണ് വരുന്നത്. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കത് ഗെയിം ഓപ്പൺ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതാണ് പുതിയ എപ്പിക് കാർഡിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഹസാഡിന് വരുന്നത്. ഗുഡ്. ബാക്കിയെല്ലാം അഗ്യൂറയ്ക്ക് വന്നത് ഡിസൈനാണ്. ഇനി പ്രീമിയം മാനേജറായിട്ട് ഡബിൾ ബൂസ്റ്റർ ആന്റോണിയോ കൊണാറ്റിയാണ്. കൊണാറ്റി എനിക്കൊന്ന് ഈ സീസൺ 2016-17 ഐ വുഡ് സേ ഇന്റർ മിലാനോ ഒക്കെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ചെൽസിക്ക് വേണ്ടി നമ്മുടെ ചെൽസിയുടെ പാക്ക് തുറക്കാൻ വേണ്ടി ഒരു ഇതുപോലെ പ്രൊമോഷണൽ ഗിഫ്റ്റ് തരുന്നുണ്ട്. ഒരു ചാൻസ് ഡീലാണ് കിട്ടുന്നത്. ഇനി അംബാസിഡർ പാക്ക് കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. മെസ്സിയുടെ ഒരു അംബാസിഡർ പാക്കും അത് പിന്നെ യമാലിൻ്റെ പാക്കാണ്. അത്യാവശ്യം നല്ല ഓവറോൾ പോകുന്ന കാർഡുകളാണ്. സോ ലെറ്റ്സ് സീ 2000 കോയിൻസ് ആയിരിക്കാം. സോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഓവറോൾ സെൻസ് പറയുമ്പോൾ ഈ തവണത്തെ അപ്ഡേറ്റ് നമ്മൾ ഓരോ പ്ലെയർ അനുസരിച്ചിരിക്കും. നമ്മൾ ഈ ഫുട്ബോൾ എങ്ങനെയാണ് കളിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അത് വെച്ച് നല്ല പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് കാണാം. നാളെ ഗെയിം ഓപ്പൺ ആവും. ലെറ്റ്സ് സീ ഹൗ ദ ഗെയിം വിൽ ബി. സോ
ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കും. ഓക്കെ, ബൈ.